നമസ്കാരം, ഞാൻ ഡോക്ടർ ഗിരീഷ്, മെട്രോ ഇൻ്റർനാഷണൽ കാർഡിയക് സെൻ്ററിലെ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റാണ്. ഇന്ന് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ വീഡിയോ ആണ്. നമുക്ക് പേഷ്യൻസ് ബ്ലഡ് ലൂസ് ആവാനുള്ള ഗുളികകൾ കഴിക്കുന്ന പേഷ്യൻസിനുള്ള ഒരു അവയർനെസ് ടോക്കാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുന്നത് 2-3 തരം പേഷ്യൻസിലാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രക്തം കാലിൽ കട്ട പിടിച്ച് അത് ശ്വാസകോശത്തിലേക്ക് പോവുകയോ, അല്ലെങ്കിൽ ഹാർട്ടിനുള്ളിൽ ഒരു ക്ലോട്ട് ഫോം ചെയ്തിട്ട് അത് തലച്ചോറിലേക്ക് പോവുകയോ, അല്ലെങ്കിൽ തന്നെ വാൽവ് എന്തെങ്കിലും മാറ്റിവെച്ചത് ഹാർട്ടിലേക്ക് മാറ്റിവെച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉള്ള പേഷ്യൻസിൽ അതിൽ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള മരുന്നുകളെ കുറിച്ചാണ് ഈ ഒരു സംരംഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ മരുന്നുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നതനുസരിച്ചിട്ട് മാക്സിമം ബ്ലഡ് ലൂസാവുക മാത്രമല്ല, അതിന് ക്രമാതീതമായിട്ടും ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യാനായിട്ടുള്ള INR ടെസ്റ്റ് എന്നുള്ളൊരു ടെസ്റ്റ് മുഖാന്തരം അത് എപ്പോഴും ടെസ്റ്റ് മോണിറ്റർ ചെയ്ത് പീരിയോഡിക്കലി അതൊരു റേഞ്ചിനുള്ളിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഈ ഗുളികകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗുളികയുടെ ഡിസ്കണ്ടിന്യൂഷൻ, അതായത് നിർത്തിവെച്ചാൽ പോലും അതിൽ കുറേ ദിവസത്തേക്ക് അതിൻ്റെ ആക്ഷൻസ് ഉണ്ടാവുന്നതാണ്. അങ്ങനെയുള്ള പ്രോബ്ലംസും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ INR എന്നുള്ള ടെസ്റ്റ് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും ഒരു ഡയറിയിൽ അതിൽ കുറിപ്പ് വെച്ച് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് പോയില്ലെങ്കിൽ വല്ലാതെ അമിതമായി ബ്ലഡ് ലൂസാവുകയും അതുമൂലം എന്തെങ്കിലും ഡേഞ്ചർ വരാനുള്ള സാധ്യതയുണ്ട്, ബ്ലീഡിങ് കൂടാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഇത് വല്ലാതെ കുറഞ്ഞു പോവുകയാണെങ്കിൽ ഇതിനെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ക്ലോട്ട് ഫോം ചെയ്യുകയും ഈ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഉദ്ദേശിച്ച ഫലം കിട്ടാതാവുകയും ചെയ്യാം. ഇതുണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ കുറേ മണിക്കൂറുകൾ നമ്മൾ യാത്ര ചെയ്യുക, കാല് മടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് വിമാനത്തിൽ അല്ലെങ്കിൽ ഒരു ഓർത്തോപെഡിക് സർജറി കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിലാണ് കാലിലെ ഞരമ്പുകളിൽ ക്ലോട്ട് ചെയ്യുന്നത്, DVT എന്ന് പറയുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. അതിലാണ് മുഖ്യമായും ഈ ഒരു ഗുളികയുടെ ഉപയോഗം വരുന്നത്. ഇത് ബ്ലഡ് പരമാവധി ലൂസാക്കുകയും നമുക്ക് 6 മാസം മുതൽ ലൈഫ് ലോങ് വരെ ചില സമയത്ത് ഈ മരുന്നുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യും. ഈ ടാബ്ലറ്റ്സിൻ്റെയൊക്കെ ഒരു ദോഷം എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന മറ്റു മരുന്നുകളായിട്ടുള്ള ഇൻട്രാക്ഷനാണ്. ഇതെല്ലാം ഒരു വിറ്റമിൻ K എന്നുള്ളതിനെ ആൻറ്റഗണൈസ് ചെയ്തുകൊണ്ട് മരുന്നായതുകൊണ്ട് തന്നെ പല ഡയറ്റും ഇതിനെ ബാധിക്കുന്നതുമാണ്. മരുന്നുകൾ, മറ്റ് ഡയറ്റ്, ഇതെല്ലാം നമ്മൾ ഡോക്ടേഴ്സിനോട് ഇൻഫോം ചെയ്തില്ലെങ്കിൽ ഇതുമൂലം വരാവുന്ന കോംപ്ലിക്കേഷൻസ് ഹയറാണ്. അതുകൊണ്ടാണ് ഈ ഒരു എഡ്യൂക്കേഷൻ വീഡിയോ നടത്തുന്നത് തന്നെ. പേഷ്യൻസ് എന്താണ് കഴിക്കുന്നത്, അവരുടെ ഏത് ഡയറ്റാണ് എന്നുള്ളതിനെക്കുറിച്ചും ഡോക്ടറുടെ അടുത്ത് ഇൻഫോം ചെയ്തില്ലെങ്കിൽ വേണ്ടത്ര ഫലം ഈ മരുന്ന് കഴിച്ചാൽ നമുക്ക് കിട്ടാതാവാം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ചീര, മുരിങ്ങ എന്നീ വെജിറ്റബിൾസ് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൊക്കെ വിറ്റമിൻ Kൻ്റെ ഘടകം ഉള്ളതുകൊണ്ട് അത് ഇതിനെതിരായി പ്രവർത്തിക്കുകയും വേണ്ടത്ര ഉയർന്ന INR എന്നുള്ള റേഷ്യോ നമുക്ക് കിട്ടാതാവുകയും ചെയ്യും. ടാർഗറ്റ് ആയിട്ടുള്ള ഒരു INR കിട്ടിയിട്ടില്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ചാൽ കൂടി ബ്ലഡ് ക്ലോട്ട് ചെയ്യാനും അതുമൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിൻ്റെ സാധ്യതയുണ്ട്. തീർച്ചയായും നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനത്തെ ഫുഡൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യണം. മദ്യം അതുപോലെ ഒരു INR വല്ലാതെ വർദ്ധിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. മദ്യപാനിക്കുന്ന അത് പ്രത്യേകിച്ച് നല്ലോണം കുറയ്ക്കുകയും ഈ മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അതിനെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത്. മറ്റൊരു സാഹചര്യം ഈ ടാബ്ലറ്റിൻ്റെ ആവശ്യം വരുന്നത് വെച്ചാൽ ഹൃദയത്തിൻ്റെ താളമിടിപ്പിലെ വ്യത്യാസം, ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നീ മുഖാന്തരം ഒരു സ്ട്രോക്ക്, പക്ഷപാതം വരാൻ സാധ്യതയുള്ള പേഷ്യൻസിലാണ് ഈ ഒരു ടാബ്ലറ്റിൻ്റെ ആവശ്യം വരുന്നത്. പ്രത്യേകിച്ച് വാൽവ് മാറ്റി വെച്ചിട്ടുള്ള ആൾക്കാർ ഈ ടാബ്ലറ്റ് ഇല്ലാതെ അനിവാര്യമാണ്. അല്ലെങ്കിൽ ഈ ഹാർട്ടിൻ്റെ മെക്കാനിക്കൽ വാൽവ് സ്റ്റക്കായി പോവുകയും കൃത്യമായി INR നിലനിർത്തിയില്ലെങ്കിൽ അതുമൂലം വരാവുന്ന ക്ലോട്ട് ബ്ലഡിലെ ബോഡിയിൽ മറ്റു സ്ഥലത്തും പോയി അതൊരു സ്ട്രോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ INRൻ്റെ ടാർഗറ്റ് നോക്കുന്നതിൽ പല ലാബുകൾ തമ്മിലും വളരെ വ്യത്യസ്തമായ റിസൾട്ടുകൾ വരുന്നതുകൊണ്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സെൻറ്ററിലൂടെ തന്നെ ഒരു നല്ല സിസ്റ്റത്തിൽ തന്നെ ഇത് റെഗുലേറ്റഡ് ആയി നോക്കുകയും നമ്മളൊരു ചാർട്ട് നിലനിർത്തുകയും ഏത് ഡോസിൽ ഏത് INR എന്നുള്ള രീതിയിൽ നമ്മൾ മോണിറ്റർ ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഈ മരുന്ന് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു പ്രാധാന്യമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മറ്റു മരുന്നുകൾ, അപസ്മാരത്തിൻ്റെ മരുന്നുകൾ അല്ലെങ്കിൽ വേദന സംഹാരികൾ, ഏതെങ്കിലും 1-2 ചിലപ്പോൾ ഹെർബൽ പ്രിപ്പറേഷൻസ്, ആയുർവേദിക് എന്നിവയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഡോക്ടറോട് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ എഫക്റ്റിൽ വല്ലാതെ ബ്ലഡ് ലൂസായി പോവുകയും ഈ ബ്ലഡ് അമിതമായി ലൂസായി ഒരു ഡേഞ്ചറിലേക്ക് വരിക എന്നുള്ളൊരു സാധ്യത ഇതിനെ കൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. അങ്ങനെയുള്ളത് പരമാവധി അവോയ്ഡ് ചെയ്യുകയും ഈ മരുന്ന് കറക്റ്റ് ഒരു ടൈമിങ്ങിൽ മറ്റൊരു മരുന്നിനോടുകൂടി ചേർത്താതെ വേണം ഈ ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കാനായിട്ട്. ഈ ടാബ്ലറ്റ്സിന് ഉള്ള ബെനിഫിറ്റ്സും സൈഡ് എഫക്ട്സും രണ്ടും കൂടെ നോക്കുമ്പോൾ എത്രയോ കൂടുതൽ ബെനിഫിറ്റ്സ് ആയതുകൊണ്ടാണ് ഇപ്പോഴും ഇത് വൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏറ്റവും പ്രാചീനമായി വന്നിട്ടുള്ള ഒരു മരുന്നിൽ ഒന്നാണെങ്കിൽ കൂടി ഇപ്പോഴും ഏറ്റവും കണ്ടംപററി ആയിട്ട് യൂസ് ചെയ്യുന്ന മരുന്നുകളിൽ ഒന്നാണിത്.
വിറ്റമിൻ കെ ആൻറ്റഗണിസ്റ്റ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ ഇപ്പോഴും ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവുമാണ്. അതായത് വിലയും വളരെ കൂടുതലല്ല. മറ്റ് ചില പുതിയ മരുന്നുകൾ വന്നിട്ടുണ്ടെങ്കിൽ വളരെ വില കൂടുതലും പേഷ്യൻറ്റിന് സ്ഥിരമായിട്ട് നിലനിർത്താൻ ബുദ്ധിമുട്ടുള്ളതുമായ മരുന്നുകളാണ്. ഇവരാകുമ്പോൾ നമുക്ക് കറക്റ്റായ ചെറിയ കോസ്റ്റിൽ തന്നെ നല്ലൊരു 100% റിസൾട്ടും കിട്ടുകയും മാക്സിമം പേഷ്യൻസിന് ബെനിഫിറ്റും കിട്ടുന്ന ഒരു മരുന്നാണ്. ഹൃദയത്തിലെ വാൽവ് മാറ്റി വെച്ചിട്ടുള്ള പേഷ്യൻസിന് മറ്റൊരു ഓപ്ഷൻസും ഇല്ല, ഈ മരുന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. പുതിയ തരം ബ്ലഡ് ലൂസ് ആവുന്ന മരുന്നുകൾ അധികം ഉപയോഗത്തിലേക്ക് വന്നിട്ടുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ടാബ്ലറ്റ്സിൻ്റെ മേലെ തന്നെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ബ്ലീഡിങ് എവിടെയൊക്കെ സംഭവിക്കാമെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ തലയിലൊരു തട്ട് തട്ടിയാൽ തന്നെ ചിലപ്പോൾ അമിതമായിട്ടുള്ള രക്തപ്രവാഹം ഉണ്ടാവാം. INR വളരെ അധികമാണെങ്കിൽ മുട്ട് കുത്തി വീണാൽ മുട്ടിനകത്ത് ബ്ലീഡ് ചെയ്യാം. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പരമാവധി നോക്കണം. നമ്മളിപ്പോൾ ഒരു സ്പോർട്സോ മറ്റു ചെറുപ്പക്കാരാണെങ്കിൽ സ്പോർട്സ് മറ്റും അവോയ്ഡ് ചെയ്ത് ചില കോൺടാക്ട് സ്പോർട്സ്, ഫുട്ബോൾ, വളരെ ശക്തമായ ഓട്ടം, ചാട്ടം, അങ്ങനത്തെതൊക്കെ ഇങ്ങനെയുള്ള പേഷ്യൻസ് അവോയ്ഡ് ചെയ്യുകയാണ് പൊതുവെ നല്ലത്. വയറിനകത്തും മറ്റും ഒക്കെയുള്ള ബ്ലീഡിങ് വരുന്ന ഘട്ടത്തിൽ നമ്മൾ ഈ ടാബ്ലറ്റ്സ് നിർത്തിവെക്കേണ്ടി വരും. നിർത്തിയാൽ പോലും ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലഡ് ലൂസ് ആവുന്ന പ്രവണത കുറയത്തില്ല. അപ്പോൾ അതിന് ചില അമിതമായിട്ട് ബ്ലീഡിങ് വരികയാണെങ്കിൽ നമ്മൾ വിറ്റമിൻ കെ എന്നുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു വേണം ഇതിനെ റിവേഴ്സ് ചെയ്യാൻ. പക്ഷേ അങ്ങനെ ഒരു മരുന്ന് ഇതിന് കൊടുക്കാമെന്നുള്ളതുമാണ് ഇത് മറ്റു മരുന്നുകളായിട്ടുള്ള ഇതിൻ്റെ ഒരു വ്യത്യാസം. ബ്ലീഡിങ് വന്നാൽ നമുക്ക് കൗണ്ടർ ചെയ്യാനായിട്ടുള്ള മരുന്ന് ഇതിന് അവൈലബിൾ ആണ്, അതും അത്ര കോസ്റ്റ്ലി അല്ലാത്ത രീതിയിൽ. വിറ്റമിൻ കെ ആൻറ്റഗണിസ്റ്റ് മരുന്നുകളുടെ തുടർച്ചയായ ഉപയോഗം ത്തിലുള്ള ദോഷങ്ങളെക്കാൾ ഉപരി അതിന് ഗുണമാണുള്ളത്. പലപ്പോഴും പേഷ്യൻസ് അവരുടെ ഈ മറ്റു മരുന്നുകൾ ഏതാണെന്നുള്ളത് വ്യക്തമായി അറിയാത്ത മൂലമോ അല്ലെങ്കിൽ അജ്ഞാതം മൂലമോ മറ്റ് ഏതെങ്കിലും ടാബ്ലറ്റ്സ് കഴിക്കുകയോ മറ്റ് ഡോക്ടർമാരോട് ഇത് പറയാതെയോ പറ്റുന്ന അബദ്ധങ്ങളാണ് കൂടുതലും സംഭവിക്കാറ്. പല്ലെടുക്കുക അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യുക, ആ സമയത്ത് ഇങ്ങനൊരു മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് അറിയിക്കാതെ ചെയ്തു പോകുന്ന സാഹചര്യത്തിലാണ് പലപ്പോഴും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു ചാർട്ടോ കയ്യിലൊരു കാർഡോ എപ്പോഴും കരുതി വെക്കുക. നമ്മളിങ്ങനെ ഒരു മരുന്ന് കഴിക്കുന്നതാണ് എന്ന് നിലനിർത്തുകയും അത് ഇത്ര ഡോസാണ് കഴിക്കുന്നതെന്ന് ഏകദേശം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ പല കോംപ്ലിക്കേഷൻസും നമുക്ക് ഇതുമൂലം അവോയ്ഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ വാൽവ് മാറ്റി വെച്ചിട്ടുള്ള രോഗികളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വാൽവിൻ്റെ പ്രവർത്തനത്തിനെ വളരെ ഡെയിലി ഇതിൻ്റെ INRൽ വരുന്ന ഫ്ലക്ച്വേഷൻസും മറ്റും നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ലാത്തതുകൊണ്ട് മാസാമാസമുള്ള കൃത്യമായ ഒരു ചെക്കപ്പിലൂടെ മാത്രമേ കറക്റ്റായ അളവിൽ ഈ ബ്ലഡ് ലൂസാക്കി വെക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ക്ലോട്ട് വന്ന് ആ ഹാർട്ടിൻ്റെ വാൽവ് സ്റ്റക്ക് ആവുകയും അതുമൂലം പേഷ്യൻറ്റിന് സഡൻ ഡെത്ത് വരെ സംഭവിക്കാനുള്ള റിസ്ക് അല്ലെങ്കിൽ ഒരു മേജർ സ്ട്രോക്ക് വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അതുമൂലം വരാവുന്ന കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ INR കറക്റ്റ് മോണിറ്റർ ചെയ്യുകയും മാസാമാസമുള്ള ബ്ലഡ് ടെസ്റ്റും ഏത് ഡോസിൽ എത്രയാണ് നമ്മുടെ INR എന്നുള്ള കൃത്യമായ ഒരു ചാർട്ട് നിലനിർത്തുകയും ചെയ്താൽ പലപ്പോഴും ഇങ്ങനത്തെ വലിയ കോംപ്ലിക്കേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പരമാവധി പേഷ്യൻസ് ഇതിനെക്കുറിച്ച് ഈ ഒരു മരുന്നിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ സൈഡ് എഫക്ട്സ് ഇതാണ് എന്ന് വെച്ചിട്ട് അതിൽ നിന്ന് പിന്മാറുകയല്ല, മാക്സിമം അതിനെ എത്ര നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കാം, എത്ര ലൈഫ് സേവിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇതിനെ കൊണ്ടുള്ള ഉപയോഗം എന്നുള്ളത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു.